ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം ഇലക്ഷൻ നടക്കുകയാണ്. MLA തിരഞ്ഞെടുക്കുന്ന ഇലക്ഷൻ നടക്കുകയാണ് ഇപ്പോൾ എല്ലാ ജില്ലയിലും. അപ്പോൾ ഞാൻ കാസർഗോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാസർഗോഡ് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, ഒരു കാലത്ത് ഞാൻ പറയാം. കാരണം വികസനം ഉണ്ടോ ചോദിച്ചാൽ ഇല്ല, ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്, ഇല്ല അങ്ങനത്തെ അവസ്ഥയാണ്. കാരണം കോൺഗ്രസും ഭരിച്ചാലാകട്ടെ BJP ആകട്ടെ LDF ആകട്ടെ ആരും ഭരിച്ചാലും ഒരു മാറ്റം വേണ്ട. കാസർഗോഡ് ഒരു മാറ്റമില്ല. പല സ്ഥലത്തും ഇപ്പോൾ കാസർഗോഡ് മീനിൻ്റെ വെള്ളവും അത് ഇതും വേസ്റ്റുകളെന്ന് പറഞ്ഞിട്ട് കച്ചരയും ഒരുപാട് കുളത്തെടുക്കാൻ എടുത്ത് നോക്കുകയാണ്. അവിടെ മീനിൻ്റെ വെള്ളമൊക്കെ ഉണ്ട്, കച്ചരൊക്കെ നിറഞ്ഞിട്ടുണ്ട്. കാട് പോലും എടുക്കാതെ വെട്ടാതെ ഒരു തോട് മഴ വന്നാൽ വെള്ളം പോകുന്ന ഒരു തോട് പോലും ഇല്ല കാസർഗോഡ്. ഒരു സ്ഥലത്ത് ഒരു സെറ്റപ്പില്ല. ഉണ്ട് അവിടെ ഹൈവേ വലിയ കാസർഗോഡ് സിറ്റി അങ്ങോട്ടൊക്കെ ഉണ്ട്. ഈ സാധാ സ്ഥലത്തൊക്കെ വെള്ളം പോകാനുള്ള സൗകര്യമില്ല. കുറേ സ്ഥലത്ത് ലൈറ്റില്ല, ഇട്ടത്ത് കുട്ടികൾ പോകണം, നമ്മളൊക്കെ പോകണം. അങ്ങനെ പലതരം അലമ്പാണ് പിടിച്ച പോലത്തെ അവസ്ഥയാണ് കാസർഗോഡ് ഇപ്പോൾ ഉണ്ട്. നിലവിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെള്ളവും മഴ വന്നാൽ ഫുൾ വെള്ളം റോട്ടിൽ ഒഴിറ്റ് പോകും. വേസ്റ്റും കച്ചറൊക്കെ അടിഞ്ഞ് ഒന്നിക്കും. അതൊക്കെ ചവിട്ടിയിട്ട് ആൾക്കാർ പോകണം. ചളി വെള്ളം അങ്ങനെ കൊല ചളിയായിട്ട് തടുക്കാൻ തന്നെ വെറുപ്പായിരിക്കും. കൊതുവിൻ്റെ കടിയും കൊള്ളണം. അത്രത്തോളം രോഗം വരും പറഞ്ഞാൽ രോഗം വന്നിരിക്കും. അങ്ങനത്തെ ഇതാണ് ഗൈസ് നിലവിലുള്ളത്. ഫുള്ള് കച്ചര നിറഞ്ഞിരിക്കും. പല സ്ഥലത്ത് കാസർഗോഡ് പല സ്ഥലത്ത് കച്ചറ തന്നെ ഇട്ടിട്ടുണ്ടാകും. കച്ചറ വേസ്റ്റൊക്കെ ഇട്ടത് പിന്നെ കത്തിച്ചത് അങ്ങനെ പല സ്ഥലത്ത് അങ്ങനെയാണ് ഉള്ളത്. ഇപ്പോൾ നിങ്ങൾ പറയും, നീ എന്തിനാണ് ഈ വോട്ടിൻ്റെ ടൈം ഇങ്ങനെ പറയുന്നത്, നിങ്ങൾക്ക് എന്താ പറഞ്ഞോളെ. നമുക്ക് പറയാൻ പോയ ആൾക്കാരൊക്കെ പിടിച്ച് ജയിലിടുക, തയ്ക്കുക, കുത്തുക, പറയുക, ഭീഷണിപ്പെടുത്തുക, കമൻറ്റിൽ തെറി പറയുക, അങ്ങനത്തെ ഇരിക്കും. ഗൈസ്, നിങ്ങൾ കാസർഗോഡത്തെ ജനങ്ങൾ ഒന്നിച്ച് തീരുമാനിച്ചാൽ വോട്ടിന് മുമ്പ് നമുക്ക് ഈ വികസനം നടത്തിയതിൻ്റെ ശേഷം സ്ഥാനം മാറ്റിയാൽ മതിയായി. കാരണം വികസനം ഇല്ലാതെ വോട്ട് ജയിപ്പിച്ച കാര്യമൊന്നുമില്ല. അങ്ങനെ ഇങ്ങനെയാക്കും പറഞ്ഞ് പിന്നെ കിട്ടുന്ന പൈസ മുക്കിയിരിക്കുകയല്ലാതെ വേറെ ഒരു പണി ചെയ്യാത്ത ആൾക്കാരാണ്. കിട്ടിയ പൈസ മുക്കുന്നല്ലാതെ ഒരു ഉപകാരം കൊണ്ട് ഒന്നിനും ഉണ്ടാകുന്നില്ല. അഥവാ വികസനം ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പല ആൾക്കാർ വികസനം ഇല്ല എന്നല്ല, പല കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കണം. ഇറങ്ങിത്തിരിഞ്ഞാലേ നമുക്കറിയാം അടുത്ത അവസ്ഥ. ഫുള്ള് കച്ചറം വേസ്റ്റും അത് ഇതും എന്തൊക്കെയോ ഉണ്ട്. ഈ ഒളത്തിറക്കം തന്നെ നോക്കുമ്പോൾ എന്നെ മനസ്സിലാവും. കാസർഗോഡ് അങ്ങോട്ട് പോകുമ്പോൾ പഴയ സ്റ്റാൻഡ് ആ റൂട്ട് പോകുമ്പോൾ വേസ്റ്റ് ഫുള്ള് മീനിൻ്റെ വെള്ളം എല്ലാം വെയിറ്റ് റോഡിലൊക്കെ വന്ന് കച്ചറ വെള്ളമൊക്കെ വെയിറ്റ് ഫുള്ള് ആടാടെ കച്ചറായിട്ട്. പിന്നെ ഈ ഒരു കുനിയ ഭാഗത്ത് ആ ഭാഗത്ത് ഫുള്ള് റോഡൊക്കെ കളിച്ച് ഫുള്ള് പൊടി എന്തോ മാതിരി കാണുമ്പോൾ കാസർഗോഡിന് എന്തോ മാതിരി തോന്നാണ്. അപ്പോൾ ഗൈസ് ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പോൾ മെമ്പറെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. മെമ്പറെ കൊണ്ട് ഇതൊക്കെ വികസനം നടത്തണമെന്നല്ല ഞാൻ പറയുന്നത്. കുറച്ചൊക്കെ വികസനം നടപ്പിച്ചിട്ടായിട്ട് വോട്ട് കൊടുത്തിട്ട് ജയിപ്പിച്ചാൽ മതി. ഈ വോട്ട്